ക്രിസ്ത്യാനോ റൊണാൾഡോയെ പറ്റിയിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡലാക്കിയിട്ട് വരുന്ന ഒരുപാട് യുവതാരങ്ങളുണ്ട്. 2016 ഒരു കഥ പറഞ്ഞു തുടങ്ങിയാലോ. ഫ്രാൻസ് വേഴ്സസ് പോർച്ചുഗൽ മത്സരം, യൂറോ കപ്പിൻ്റെ ഫൈനൽ മത്സരമാണ്. മത്സരത്തിൽ ഫ്രാൻസിൻ്റെ ടീം എന്ന് പറയുന്നത് എംബാപ്പെ, പോഗ്ബ, ഗ്രീസ്മാൻ, ജെറൂഡ് പോലത്തെ ഒരു വമ്പൻ ടീം. ഈ ടീമിനെ വെച്ചിട്ടാണ് ഫ്രാൻസ് കളിക്കളത്തിലേക്ക് വരുന്നത്. മറുഭാഗത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ അടങ്ങുന്ന ഒരു മിനിമം ടീമേ സാന്റോസിൻ്റെ കയ്യിലുള്ളൂ. ഫൈനൽ മത്സരത്തിൽ റൊണാൾഡോക്ക് പരിക്കേൽക്കുന്നു, റൊണാൾഡോ പുറത്തേക്ക് പോവുകയാണ്. അന്ന് ഫ്രാൻസിൻ്റെ ആരാധകരും ഫ്രാൻസിൻ്റെ താരങ്ങളൊക്കെ വിചാരിച്ചൊരു കാര്യം, ഇനി അയാളില്ലല്ല ഗ്രൗണ്ടിൽ, ഇനി ഞങ്ങൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് വിജയിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ മൈതാനത്ത് ഉള്ളതിനേക്കാൾ ഡേഞ്ചറാണ് മൈതാനത്ത് പുറത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ. താൻ കളിക്കുന്നില്ലെങ്കിലും തൻ്റെ സഹതാരങ്ങളെ മോട്ടീവ് ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ആ മൈതാനത്തിൻ്റെ പുറത്തുണ്ടായിരുന്നു. അങ്ങനെ എഡർ എന്ന് പറയുന്ന ഒരു യുവതാരം, അത്ര പരിചയസമ്പത്തില്ലാത്ത ഒരു താരം ഗോൾ നേടുന്നു. പോർച്ചുഗൽ വിന്നാവുന്നു യൂറോ കപ്പിൽ. ഈ ഒരു മത്സരത്തിന് ശേഷം എഡറിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് പത്രമാധ്യമങ്ങൾ, എങ്ങനെയാണ് തങ്ങൾക്ക് ആ ഒരു ഗോൾ നേടാൻ സാധിച്ചത്? അയാൾ പറയുന്ന ഒരു മറുപടി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ്.